ഒരുപാട് അവാർഡുകൾ വാങ്ങിയ നമ്മുടെ ശാസ്ത്രം കുട്ടൻ ആദിനാട് സ്വദേശി അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം താങ്കൾക്ക് കിട്ടിയ അവാർഡുകൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണ്? വെള്ളീച്ച പറന്നു പോകുന്നതിന് ഈ ഓലയുടെ തലപ്പത്ത് മുണ്ട് കെട്ടിയിടും, മണ്ണെണ്ണ മുക്കി. ഈ ഓല ഇരിക്കുന്ന വെള്ളീച്ചയൊക്കെ പോകും. അതുപോലെ തന്നെ ആറാട്ട് സിനിമയിൽ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത്, ഹൃദയം സിനിമ സെറ്റ് ചെയ്ത്, അങ്ങനെയൊക്കെ ഒരുപാട് അവാർഡ്. പിന്നെ സ്കൂളുകളിലെ പരിപാടി, അഴീക്കൽ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോൾ അവിടെ അഴീക്കൽ ഇപ്പുറത്തെ സ്കൂളിൽ വെച്ച് ഈ കുരുത്തോല കൊണ്ടുള്ള തെയ്യും അത് ഇതൊക്കെ ഒരുക്കി അതിനുള്ള അവാർഡ്. അങ്ങനെ 58 അവാർഡുകളും, അവാർഡല്ല ഈ സാളിടുമല്ലോ, അംഗീകാരം കിട്ടി. 8 അവാർഡ്. പാർട്ടിയുടെ ഇതുണ്ടായിരുന്നല്ലോ, പിന്നെ ജാഥ, നമ്മുടെ തെരഞ്ഞെടുപ്പ്, അന്ന് എനിക്ക് അവാർഡ് കിട്ടി. എനിക്ക് പരിവേശരനാണനും. പിന്നെ അങ്ങനെ ഇത്ര ഒരുപാട് അവാർഡ് കിട്ടിയ ആദിനാടിൻ്റെ ഒരു ഇതൊന്നാണ്. അതുപോലെ തന്നെ എലിയെ പിടിക്കുക, ചുണ്ടലിയെ പിടിക്കുക, വലിയ എലിയെ പിടിക്കുക, ഏതാണെങ്കിലും വന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എങ്ങനെ ആ ചുണ്ടലിയെ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്യൂബ് എടുക്കണം, ഒരു തല അടഞ്ഞിരിക്കണം, ഒരു തല പൊട്ടിച്ചിട്ട് നമ്മൾ ഈ മണ്ണ് വാരിയിട്ട് കഴുകിട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നൊന്ത പഴം ഈ അറ്റത്ത് വെച്ച് തെള്ളി ചെന്ന് ഈ അറ്റത്ത് ചെന്ന് ഇതിന് ടേണിങ് ചെയ്യാൻ ഒക്കുവോ? ഇല്ല. അന്നേരം നമ്മൾ കുടഞ്ഞിട്ട് തല്ലി കൊല്ലുക. അപ്പൊ ഈ ഓല, ഈ തെങ്ങിന്റെ ഈ ഓലകൾ ഇത് മാറ്റിയെടുക്കാൻ എന്താണ് വിദഗ്ധമായിട്ട് വെച്ചാൽ മുണ്ടിന്റെ തലപ്പത്ത് മണ്ണെണ്ണ മുക്കിയിട്ട് ഈ ഓല തോട്ടി വെച്ച് ഇനി പിടിക്കണം. എന്നിട്ട് പിടിച്ചിട്ട് ഇത് ഈ മുണ്ട് കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ മണ്ണെണ്ണയുടെ ഗ്യാസ് അടിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് പോകും. നമ്മൾ കൊതു കുത്തുമ്പോൾ നമ്മൾ ഫാൻ കൂടുതൽ ഇടത്തില്ലയോ, അങ്ങനെ കൊതു വരുമോ? ഇല്ല എന്ന് പറയുന്നതിന്റെ കൂട്ടുള്ള ശാസ്ത്രമാണ് ഞാൻ ഇത് പഠിച്ചത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഇത് എവിടെങ്കിലും പോയി ആരെങ്കിലും പഠിപ്പിച്ചതാണോ? അല്ലല്ല, സ്വന്തമായിട്ട് പഠിച്ചിട്ട് ചെയ്തതാണ്. 750 മുണ്ടുപോളം ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. 780. അതുപോലെ കായ്ക്കാത്ത തെങ്ങിന്റെ എങ്ങനെ? കായ്ക്കാത്ത തെങ്ങിന്റെ ചവിട്ടി മരുന്ന് കൊടുത്തിട്ട് ആ കൂമ്പ് അടിച്ച് ഇറക്കണം, ചെത്തുകാരി ചെയ്യുന്നതിന്റെ കൂട്ട്. എന്നിട്ട് വെട്ടോത്തിക്ക് ഒരു അടി അടിക്കും, ചെത്തി അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തേങ്ങ പിടിക്കും. പിന്നെ വേറെ 1-2 കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. വേറെ ആറന്മുള വള്ളംകളി നിരോധിച്ചപ്പോ കൊതുമ്പ് വള്ളം കുരുത്തോലെ കൊണ്ടുപോയത് ഞാനാ. മഹേഷ് അല്ലായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കരുനാഗപ്പള്ളി MLA. MLA ഉദ്ഘാടനം ചെയ്ത തച്ചോളക്കര അമ്പലത്തിൽ വെച്ച് ആറന്മുളയെ കൊണ്ടുപോയി ഒഴിക്കുകയും ചെയ്തു. അതുപോലെ മേക്കാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വന്ന് തച്ചോളക്കര അമ്പലത്തിൽ മേക്കാഴ്ച നടത്തിയപ്പോ എല്ലാവരും വിചാരിച്ച് അങ്ങോട്ട് കരടം പറപ്പ് വല്ലോ ആണ്. പക്ഷെ എന്തുവാ, എനിക്ക് 500 രൂപ ചെലവ്, 27,000 രൂപ എനിക്ക് കിട്ടി. കാര്യം എന്താണെന്നറിയോ, സദ്ദീഖിന്റെ കടയിൽ നിന്ന് പേപ്പർ മേടിച്ച് പട്ടം പറത്തിയിട്ട് ഈ ഓലയിലെല്ലാം തൂക്കി നിർത്തി. എല്ലാവരും വന്നിട്ട് ചോദിച്ചു മേക്കാഴ്ച. ഞാൻ പറഞ്ഞ താഴെ മേളം ഇല്ലാത്തല്ലേ പട്ടം, അതാ ഒരു കാഴ്ചയായിരുന്നു. ശരിയാ. അങ്ങനെ അതുപോലെ കുംഭാരണ സേവ എന്ന് വെച്ചാൽ 6 മാസം ഉറക്കം 6 മാസം ഉണർത്താം. അങ്ങനെ ഒരുത്തരെ ഞാൻ വിളിച്ച് പിന്നെ വണ്ടിക്കകത്ത് കയറി തച്ചോളക്കര ഉത്സവത്തിന് ഇതുപോലെ ഒരുക്കി. പിള്ളേരൊക്കെ എനിക്ക് സപ്പോർട്ട് തന്നു. മുട്ടുസൂചി ഇട്ടാണ് കുത്തില്ല, അതായത് അവനൊരു പുള്ളു മേടിച്ചു കൊടുത്ത് അടിച്ച് വിറ്റായി കിടന്നു. അവനെ കുത്തിയാൽ എന്തുവാ? എന്നിട്ട് ഇത്തരം കലാകാരൻ നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സെലിമിക്ക ഇല്ല, അറിയാവോ? മരിച്ചുപോയ ആള് നമ്മുടെ നാട്ടുകാരുടെ മൊത്തം കാശ് വിരിച്ചിട്ടേ ഈ SNDP-യുടെ വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നപ്പോഴേ അവിടെ ഉദ്ഘാടനം നടത്തി. സലീം പറഞ്ഞത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ തന്നെ വെള്ളപ്പട്ടം DYFIയുടെ പട്ടം പറത്തിയിട്ട് കാവിന്റെ മേളിൽ അതിനും അവാർഡ് കിട്ടി. അതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ വെറൈറ്റി പരിപാടിയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് ഇന്നും നമുക്ക് നിലനിൽപ്പുണ്ട്. ഇനി പുതിയ എന്തെങ്കിലും പരിപാടി കണ്ടുപിടിച്ചോണ്ടിരിക്കുക. എന്താ ഇപ്പം നിലവിൽ ഇനിയിപ്പോ ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് നീ നിന്നെ തന്നെ കാണുന്ന കണ്ണാടി പ്രതീക്ഷിക്കാനോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുടെ രൂപം വെച്ച് തുടരരുതെന്ന് പറഞ്ഞു. കാര്യം നമ്മളെല്ലാം ദൈവമോ കണ്ണാടിയുടെ ഉപ്പിച്ചെല്ലുമ്പോ. ശരിയാണോ? വർക്കലെ കണ്ണാടി വെച്ചിട്ട് ഞാനിപ്പോ അതാ ചതയാഘോഷത്തെ ഞാൻ വിളിക്കാം. അന്നൊരു കണ്ണാടി പ്രതിഷ്ഠ വെച്ചിട്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം. സ്വയം നന്നായിട്ട് വേണം മറ്റുള്ളവനെ ഇത് ഞാൻ വെക്കും. അപ്പം ശാസ്ത്രം കുട്ടൻ എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ വളരെ നന്ദി.